പക്ഷേ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലിക്ക് കയറണമെങ്കിൽ അതിനുവേണ്ടി അവരും കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു നിലനിന്നത്. അതിനൊരു മാറ്റം ഈ ഒരു നിയമം ഒരു പരിധിവരെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹായ് ഓൾ, ഓരോ പുതുവർഷം തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു സ്ഥിരമായിട്ടുള്ള കരിയർ എന്നുള്ളത് എല്ലാവരുടെ സ്വപ്നമാണ്. ജനുവരി 1 നമ്മൾ എടുക്കുന്ന പല റെസൊല്യൂഷൻസിൽ ഒരെണ്ണമായിരിക്കും നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി. അത്തരത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി തന്നെയാണ്. പക്ഷേ PSCയുടെ ഒരു അൺസ്റ്റെബിലിറ്റി, അതായത് PSC കുറിച്ച് ഒരുപാട് നമുക്ക് അലിഗേഷൻസ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് PSC ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, നിയമനം നടക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു നിയമനത്തെ ബാധിക്കുമോ, അങ്ങനെ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഓരോ വർഷം തുടങ്ങുമ്പോൾ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഞാൻ ഇനി വേറെ വല്ല പ്രൈവറ്റ് ജോലിക്ക് പോട്ടെ എന്ന ചോദ്യം വരെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ 2026 നമുക്ക് എന്തെങ്കിലും PSCയിൽ നിന്ന് ബിഗ് തിങ് എക്സ്പെക്ട് ചെയ്യാനുണ്ടോ, ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു പേപ്പർ കട്ടിംഗ് ഉണ്ട്. പേപ്പർ കട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്രതീക്ഷിത ഒഴിവുകൾ ഉടൻ കണക്കാക്കാൻ തീരുമാനം, 2026 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമുക്ക് ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ വന്നത്, അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള വേക്കൻസികൾ കണക്കാക്കി PSCക്ക് ഡിസംബർ 26 മുന്നേ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിസംബർ അവസാനമാകുമ്പോഴത്തേക്ക് അടുത്ത വർഷത്തെ എക്സാം കലണ്ടറും നോട്ടിഫിക്കേഷൻസ് PSC ബൾക്കായിട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഈ ബൾക്കായിട്ട് PSC പബ്ലിഷ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഈ ഒരു നിയമം വന്നിരിക്കുന്നത്. അതായത് 2026 വരാൻ പോകുന്ന 2026 വർഷത്തിൽ നമുക്ക് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ വരാൻ സാധ്യതയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഫുൾ വേക്കൻസീസും PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2025 ഡിസംബർ 26. അതിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, PSCക്ക് ബൾക്ക് നോട്ടിഫിക്കേഷൻസും അടുത്ത വർഷത്തേക്കുള്ള എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഉള്ള കുറേ ഒരു എന്താ പറയുക അലിഗേഷനിലെ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാർ നിയമനം അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ വേക്കൻസീസ് PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് അവർ തന്നെ എന്താ പറയുക പൈസ കുറവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടെമ്പററി എംപ്ലോയീസിനെ വെച്ചിട്ട് റൺ ചെയ്യുന്നു. ഏറ്റവും അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണെങ്കിലോ ദിവസവേതന അടിസ്ഥാനം അല്ലെ മണിക്കൂറിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസ്റ്റുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണേ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ത്രൂ അപ്പോയിൻമെൻറ്റ് ജോലി കിട്ടാറുണ്ട്. അപ്പോൾ അത് 6 മാസമാണ് കാലം. അപ്പോൾ ഈ 6 മാസത്തിൽ വേക്കൻസി ഉണ്ട്, അവിടെ ഒരു സ്ഥിര ഒഴിവുണ്ടെങ്കിൽ പോലും അത് എംപ്ലോയ്മെൻറ്റ് വെച്ച് ഫില്ല് ചെയ്യേണ്ട, അത് PSCയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത് പ്രോപ്പർ ചാനൽ ത്രൂ തന്നെ അത് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് പുതിയ നിയമനം. അപ്പം നമുക്ക് ടെമ്പററി എംപ്ലോയീസിന് വേണ്ട, പെർമനൻറ്റ് എംപ്ലോയീസ് മതി എന്നുള്ളൊരു തീരുമാനമാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നമുക്കിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, എക്സ്പയർ ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു വേക്കൻസി വരുവാണെങ്കിൽ അത് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് നിലനിൽക്കുന്ന ലിസ്റ്റുകളുണ്ടല്ലോ, ഇപ്പോൾ PWD AE ആണെങ്കിലും ഇറിഗേഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ലിസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞൊരു സന്തോഷ വാർത്തയാണ്. അപ്പം ഇപ്പം ഈ പറഞ്ഞ ഈ 26 തീയതി റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളിൽ നമ്മൾ ഈ ഉൾപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ NJD, ഇപ്പം നമുക്ക് ഓവർസീർ ഗ്രേഡ് 3 കിട്ടിയ ഒരാൾക്ക് ഒരു ഓവർസീർ ഗ്രേഡ് 1 അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഗ്രേഡ് 3 ജോലി കളഞ്ഞിട്ട് അയാൾ ഫസ്റ്റ് ഗ്രേഡിന് ജോയിൻ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഗ്രേഡ് 3 വേക്കൻസി അവിടെ ഫില്ലാവാതെ കിടക്കുകയാണ്. അത് നോൺ ജോയിനിങ് ഡ്യൂട്ടി ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടാനുള്ള അവസരമാണ്. ഇനിയിപ്പോൾ NJD വേക്കൻസീസ് ഒന്നും തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുകയാണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ NJD വേക്കൻസീസും ഇനി നമുക്കുള്ള വേക്കൻസീസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിലോ സ്റ്റേറ്റ് വൈസ് ആണെങ്കിലോ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന പോസ്റ്റുകളിൽ അതാത് വേക്കൻസീസ് അപ്പം റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസും നമുക്ക് ചാൻസസ് ഇനി കൂടുകയാണ്. നമുക്ക് 6 മാസം ഫോർ എക്സാമ്പിൾ ഒരു 6 മാസത്തേക്ക് നമുക്ക് അവിടെ വേക്കൻസി ഉണ്ട്, അത് അല്ലെങ്കിൽ 6 മാസം കൂടുതൽ അത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്ത് അതിൽ PSCയിൽ പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത് എംപ്ലോയീസിനെ വെച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് അടുത്ത ഒരു നിയമം പറയുന്നത്. ഓക്കെ, അപ്പം ഇതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2026 കലണ്ടർ വർഷത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷിത ഒഴിവുകൾ കംപ്ലീറ്റ്ലി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് വഴി ഒരു നിയമമായിട്ട് വന്നിട്ടുണ്ട്. സോ ഡിസംബർ 26 വേക്കൻസീസ് ഒക്കെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി 2026 വൻ അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ AE വരാനുണ്ട്,
KWAE വളരെ വലിയൊരു അവസരമാണ്. അതുപോലെ KWA ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ. പിന്നെ നമുക്ക് ലിസ്റ്റ് അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 2026 സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ, അതിലേക്ക് പ്രസൻറ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്, എത്ര അഡ്വൈസ് പോയി, നിങ്ങൾക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഇനി വരാൻ സാധ്യതയുണ്ട് തുടങ്ങിയത് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2026 നമുക്ക് വേക്കൻസീസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട, ഗിയറപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് ഗിയറപ്പ് ചെയ്ത് നിങ്ങൾ ആക്സലറേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. കാരണം 2026 നമുക്ക് വരാൻ പോകുന്ന ഈ അവസരങ്ങളിൽ ഏതിലെങ്കിലും നമുക്ക് കയറി പറ്റി അടുത്ത വർഷം ഒരു സ്ഥിര ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാം. സോ ഇത് വലിയൊരു അപ്ഡേറ്റ് ആണ്, നമുക്കൊരു ഹാപ്പി ന്യൂസ് ആണ്. എസ്പെഷ്യലി ആസ്പിറൻസിന് തരുന്ന ഒരു കോൺഫിഡൻസ് ഇത് ഭയങ്കര കൂടുതലാണ്. കാര്യം നമുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല, വേക്കൻസി ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ 2023 നടന്ന LSDDAE എക്സാമിൽ മെയിൻ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഫോർമുലേറ്റ് ചെയ്ത് സെക്രട്ടേറിയറ്റിൽ പോയും അതുപോലെ തന്നെ ഓരോരുത്തരെയും കണ്ട് പേപ്പർ കൊടുത്തിട്ടാണ്. അതുകൊണ്ട് PWDAയിലെല്ലാം ഇത് സ്ഥിരം നമ്മുടെ പോസ്റ്റുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലിസ്റ്റിൽ വന്നിട്ട് ആദ്യ റാങ്കിലുള്ളവർക്ക് കുഴപ്പമില്ല, അഡ്വൈസ് കിട്ടിപ്പോവും. പക്ഷേ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലിക്ക് കയറണമെങ്കിൽ അതിനുവേണ്ടി അവരും കൂടെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു നിലനിന്നത്. അതിനൊരു മാറ്റം ഈ ഒരു നിയമം ഒരു പരിധിവരെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമുക്കുള്ള ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഗ്രീൻ സിഗ്നലായി മനസ്സിലാക്കി ഇന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങുക. ലോങ് ടേം ആയിട്ട് വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കാനായിട്ട് ഫൗണ്ടേഷൻ കോഴ്സസ് എല്ലാ ടെക്നിക്കൽ ബ്രാഞ്ചസിലും നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓവർസിയർ 1 അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലെ പരീക്ഷ അല്ലെങ്കിൽ BTech ലെവലിലെ പരീക്ഷ സ്വിച്ച് ചെയ്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാണുമായിരിക്കും. സോ നിങ്ങളെ ഗൈഡ് ചെയ്ത് ലോങ് ടേമിൽ വരാനിരിക്കുന്ന പരീക്ഷകളെല്ലാം നിങ്ങളുടെ കൈപ്പടിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഫൗണ്ടേഷൻ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും അതുപോലെ സിവിൽ എഞ്ചിനീയേഴ്സിനും ഫൗണ്ടേഷൻ ബാച്ചസ് നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. സോ കോഴ്സസുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വരാനിരിക്കുന്ന എക്സാംസിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഗവൺമെൻറ് ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സോ ഇതാണ് അപ്ഡേറ്റ്, മനസ്സിലാക്കി ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നോട്ടിഫിക്കേഷനും എക്സാമും തമ്മിലുള്ള ഗ്യാപ്പ് ഇപ്പം PSC 3 മാസം എന്നുള്ളൊരു ചെറിയ കാലയളവാക്കിയിട്ടുണ്ട്. സോ 3 മാസം കൊണ്ട് ഒരു എക്സാം ലെവൽ എക്സാം ഒക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിച്ചു തുടങ്ങാം. താങ്ക് യു.